+2 ആനുവൽ എക്സാമിൽ ഹിന്ദിയിൽ ഒരു 8 മാർക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതെന്തായാലും പഠിക്കാതെ ആനുവൽ എക്സാമിൽ ആരും പോകരുത്. കാരണം ഇതെന്തായാലും ഡെഫിനറ്റ്ലി ചോദിക്കുന്നതാണ്, എല്ലാ വർഷവും ചോദിച്ചു വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്. 8 മാർക്ക് 80-ലെ 8 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് ഒരു സമയം അത്ര ചിലവ് പോലില്ല, വളരെ ക്വിക്കായിട്ട് ഒരു 3 മിനിറ്റ് കൺസെപ്റ്റ് ആ ഒരു പഠിച്ച കുട്ടിക്ക് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് എഴുതിയിട്ട് 8 മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഏതാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാരിഭാഷിക് ശബ്ദാവലിയാണ്. സോ ഇതുപോലെ എന്താണ് സഹി മിലാൻ ചുൻകർ ലിഖേ എന്നൊരു കാര്യം നിങ്ങൾക്ക് എന്തായാലും വരുന്നതാണ്. ഇംഗ്ലീഷ് പദങ്ങൾ തന്നിട്ട് ഹിന്ദി പദങ്ങൾ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നിട്ട് എന്ത് ചെയ്യണം, അത് നമ്മൾ യോജിപ്പിച്ചെഴുതണം. നിങ്ങൾ എല്ലാത്തിലും കണ്ടതാണ്, ക്രിസ്മസ് എക്സാമിൽ നമ്മൾ കണ്ടതാണ്. സോ ഇതെന്തായാലും പഠിച്ചിട്ട് മാത്രം പോവുക. 8 മാർക്ക് നിങ്ങൾക്ക് സ്മൂത്ത്ഫുൾ ആയിട്ട് 2 രീതിയിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സോ നോക്കിയാലോ, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. ഇതിനെടുത്ത് എഴുതിയാൽ മതി. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണുവാണ് അല്ലെ, പരമാണുവാണ്. സോ ഇതാണ് വരുന്നത് അല്ലെ. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ ആറ്റം എടുക്കുന്നു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുന്നു, പ്രോപ്പർ ആയിട്ട് എഴുതുന്നു. 8 മാർക്ക് വാങ്ങിച്ച് എന്തായാലും എടുക്കണം. ഒന്നെടുന്നു, ആറ്റം ഇടുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പരമാണു എന്ന് എഴുതുന്നു. റെഡി അല്ലേ, പരമാണു. സോ അടുത്ത ഏതാണ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? രണ്ടാമത്തെ. അതിന്റെ ഒന്ന് ക്ലിയർ ആണ്. അടുത്ത ആറ്റം ഈസ് റെഡി. സോ രണ്ടാമത്തെ ഏതാണ്? അത് നിങ്ങൾ ഒരിക്കലും ഈ നമ്പർ ഇടരുത്, കാരണം ഓൾറെഡി ക്വസ്റ്റ്യൻ നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നമ്പർ ഇടുന്നുണ്ടാവും അല്ലെ. ആൻസേഴ്സിന്റെ അകത്ത് 1 ഇടുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലെറ്റർ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇതുപോലത്തെ യെസ് ക്ലിയർ അല്ലേ. ഓക്കെ, ഇതുപോലെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു ആൻസർ എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തെന്താണ്? ആറ്റം നമ്മൾ ക്ലിയർ ചെയ്തു. രണ്ടാമത്തെ ഏതാണോ മറ്റുള്ളത്? അഫിഡവിറ്റ് ഉണ്ട്. അഫിഡവിറ്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അഡ്വാൻസ് ഏതാണെന്ന് അറിയോ? വൈറസ് എന്ന ഏതാണോ? വൈറസ് ഏതാണ്? വിഷാണു ആണ് അല്ലെ. വൈറസ് വിഷാണു ആണ്. സോ 1 2 3 4 എന്താണ്? 4 വൈറസ് വിഷാണു. സോ ഇതുപോലെയാണ് പോകേണ്ടത് എന്നൊരു ഐഡിയ കാണിച്ചാണ്. വൈറസ് എന്താണ്? വിഷാണു. വൈറസ് का मतलब होता है വിഷാണു. तो ठीक है बच्चों, ക്ലിയർ ആണ്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു, എല്ലാം ക്ലിയർ ചെയ്യുന്നു. 8 എണ്ണം അതുപോലെ പ്രോപ്പർ ആയിട്ട് എഴുതുന്നു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 8 മാർക്ക് കിട്ടി. സോ ഇത് നമുക്ക് പഠിച്ചാലോ. ഇത് ഓരോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രമാണ്, നമുക്കറിയാം. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്താണ് ഫിസിക്സ് ഇവിടെ പോയി? ഭൗതിക ശാസ്ത്രം നമ്മൾ പഠിക്കുന്നതാണ് ചെറുപ്പം തൊട്ടേ. അപ്പോൾ അതെന്തായാലും നോട്ട് ചെയ്തില്ലേ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ഒരു 8 മാർക്കിനെ പഠിച്ചാലോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതെന്തായാലും പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പോയാൽ മതി. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വരണമാണ് അല്ലെ. ത്വരൺ എന്നാണ് ആക്സിലറേഷനെ പറയാം. അഡ്വാൻസ്ഡ് എന്താണ് പറയാ? പേശകിയാണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ പേശകിയാണ്. ഒരു തവണ 2 തവണയൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ആൽജിബ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജ് ഗണിതനെയാണ് ആൽജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വായുമണ്ഡലിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അടുത്തെന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔസത്ത് എന്നതിനാണ് ആവറേജ് എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റിയെ ജൈവ വിവിധത എന്ന് പറയും. ബ്ലഡ് പ്രഷറിനെ എന്ത് പറയും? രക്തചാപ് എന്നാണ് ബ്ലഡ് പ്രഷറിന് പറയാം. ബ്ലഡ് പ്രഷറിന് രക്തചാപ് എന്ന് പറയും. ബോട്ടണി എന്ത് പറയും? യെസ്, വനസ്പതി വിജ്ഞാനം എന്നാണ് ബോട്ടണിയെ പറയാം. വനങ്ങൾ, ബോട്ടണി കണക്ട് ചെയ്തില്ലേ. സെസ്സിന് എന്ത് പറയും? ഉപകർ എന്നാണ് സെസ്സിനെ പറയാം. സോ കൊളോണിസത്തിനെ പറയും ഉപനിവേശവാദം എന്നാണ് കോളനീസത്തിനെ പറയാം. കോപ്പിറൈറ്റ് നമ്മൾ സാർവധികാർ എന്നാണ് പറയാം. എക്ലിപ്സിന് എന്ത് പറയും? ഗ്രഹണയാണ്. എക്ലിപ്സിനെ ഗ്രഹണം എന്നാണ് പറയാം. എക്കണോമിക്സിന് എന്ത് പറയും? അർത്ഥശാസ്ത്രത്തെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അർത്ഥശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് നമ്മൾ കേട്ടില്ലേ. ഇക്വേഷൻ എന്ത് പറയും? സമീകരണം എന്നതിനാണ് ഇക്വേഷൻ എന്ന് പറയാം. ജിയോമെട്രിനെ രേഖാഗണിതം എന്ന് പറയും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിനെ മാനവിക എന്ന് പറയും. ഓഡ് നമ്പറിനെ വിഷം സംഖ്യ എന്ന് പറയും. പേഴ്സെന്റ് എന്നതിനെ പ്രതിശതം എന്ന് പറയും. ഫിസിക്സിനെ ഭൗതികി എന്ന് പറയും. റേഡിയേഷനെ വികിരണം എന്ന് പറയും. സാറ്റലൈറ്റിനെ ഉപഗ്രഹം എന്ന് പറയും. യെസ്, അൾട്രാവയലറ്റ് എന്ന് പറയും. യെസ്, സ്റ്റാറ്റിസ്റ്റിക്സിനെ സാംഖ്യികി എന്ന് പറയും. അൾട്രാവയലറ്റിനെ ബാങ്കനി വയലറ്റ് കളറുള്ളതുകൊണ്ടാണ് ബാങ്കനി. ഓക്കെ, സോ അടുത്തത് വിഷാണു. വൈറസിന് എന്ത് പറയും? വിഷാണു എന്ന് പറയും. വൈറസിനെ നമ്മൾ എന്ത് പറയും? വിഷാണു എന്നാണ് കണ്ടിട്ടുള്ളത് അല്ലെ. വിഷാണു എന്നതിനെയാണ് വൈറസിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണു അല്ലെ. ആറ്റംസ്. ഓക്കെ, പാർട്ടിക്കിൾ കൺസിസ്റ്റ് ഓഫ് ആറ്റം മേഡ് അപ്പ് വിത്ത് ആറ്റം കമ്പൈൻ ടുഗദർ ടു ഫോർ എ മോളിക്യൂൾ, റൈറ്റ്. ആറ്റംസ് ഒക്കെ ചേർന്ന മോളിക്യൂളാണ്. സോ യു നോ ദാറ്റ് സ്റ്റഫ്, റൈറ്റ്. സോ ക്ലിയർ ആണ്. സോ ആറ്റത്തിന് എന്ത് പറയും? പരമാണു എന്നാണ് പറയാം. ഓക്കെ, റെഡി അല്ലേ. അടുത്ത എന്താണ്? അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ലേഖാശാസ്ത്രം എന്നാണ് അക്കൗണ്ടൻസിനെ പറയാം. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശപഥ പത്രമാണ്. ആർക്കിയോളജി എന്ന് പറഞ്ഞാൽ പുരാതത്വ ശാസ്ത്രമാണ്. ആറ്റം പരമാണുവാണ്. ബാക്ടീരിയ ജീവാണുവാണ്. പരമാണു എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ആണ് ജീവാണു എന്ന് പറയും. നല്ല ബാക്ടീരിയകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചുറ്റുപാടും. ബയോ കെമിസ്ട്രീനെ ജൈവ് രസായൻ കെമിസ്ട്രി. ബോറോവറിനെ എന്താണ് പറയാ? ഉദ്ധാർകർത്ത. സർട്ടിഫിക്കറ്റ് എന്ത് പറയും?
പ്രമാൺ പത്രം എന്നാണ് സർട്ടിഫിക്കറ്റ് പറയാ. കെമിസ്ട്രി എന്ന് പറയും രസായൻ വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയെ കണക്ട് ചെയ്താൽ മതി. കെമിസ്ട്രി, രസായൻ. കൊമേഴ്സിന് എന്ന് പറയും വാണിജ്യ. ഡിസ്കൗണ്ട് ബട്ട ഡിസ്കൗണ്ട്. എക്കോളജി എന്ന് പറയും പാരിസ്ഥിതികി. എനർജി എന്ന് പറഞ്ഞാൽ ഊർജ്ജാണ്. ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂഗോളാണ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണ് അല്ലെ ജിയോഗ്രഫി. ഗ്രാവിറ്റേഷൻ എന്ന് പറയും ഗുരുത്വാകർഷൺ, യു നോ ദാറ്റ്. ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാരതയാണ് ലിബറലിസം. പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിമാൻ, പാറ്റേൺ എന്ന് പറയും. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ദർശനശാസ്ത്രം എന്ന് പറയും. പൊളിറ്റിക്കൽ സയൻസിന് എന്ത് പറയും? രാജനീതിയാണ് പൊളിറ്റിക്സിനെ പറയുന്നത് അല്ലെ. സോ വിജ്ഞാനം എന്ന് പറയും. സോ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുപാതാണ്, അനുപാത് റേഷ്യോ. സോഷ്യോളജി സമാജ് വിജ്ഞാൻ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രമിക് സംഘ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഠിക്കാകരൻ വാക്സിനേഷൻ. റീസെന്റ് ആയിട്ട് കൊറോണ സമയത്ത് ഠിക്കാകരൻ നമ്മൾ കേട്ടൊരു പദമാണ് കൂടുതലും. സോ ജന്തു വിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവോളജിനെ പറയുന്നതാണ്. ക്ലിയർ അല്ലേ? ठीक है बच्चों, कॉन्सेप्ट रेडी आने रेडी अल्ले ठीक है, सब लोग समझ गए. ഇതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. റെഡി? ഇസ്കോ ആപ്കോ അച്ഛി തരഹ സെ പഠന. ഇത് നിങ്ങൾ എന്തായാലും സൂപ്പർ ആയിട്ട് പഠിച്ചു വെച്ചോ. 8 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. റെഡി അല്ലേ വെച്ചോ? ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് റെഡി അല്ലേ? സോ എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. സോ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഈ 8 മാർക്ക് എന്തായാലും മിസ് ചെയ്യരുത്. നല്ല രീതിയിൽ ഇതുപോലെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? ആ മാർക്ക് നിങ്ങൾ എന്തായാലും വാങ്ങണം. ബാക്കി 72 മാർക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു കാര്യത്തിലേക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ 72 മാർക്കാണ് ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. 8 മാർക്ക് നമ്മൾ ഈസി ആയിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. റെഡി അല്ലേ വെച്ചോ? ഇത് എന്തായാലും ഈസിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി എഴുതിയാൽ മതി. ഫ്രണ്ട്സ് കാ ഭി അസിസ്റ്റ് ലേ സക്തേ ഹൈ. മലയാളത്തിൽ പറയില്ല, ഓൺലി ഇൻ ഹിന്ദി. റെഡി? ठीक है बच्चों. സോ താങ്ക് യു. മിൽത്തെ ഹൈ അഗ്ലി വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഞാൻ വരാം. സോ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതാണ്? ഇനി വരാൻ പോകുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പ്രഡിക്ഷൻ എന്നതിന് ഉപരി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാം. സോ ഈ ഒരു 72 മാർക്കിലേക്ക് നമുക്ക് ഇനി കടക്കാം. ഒരു വീഡിയോ എത്രമാത്രം യൂസ്ഫുൾ ആയെന്നത് കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരാൻ പോകുന്ന ലൈവിലും നിങ്ങൾ എന്തായാലും പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. സോ കൃത്യം जो कब होगा आपको पता है. आप लाइव के अंदर देखो, हमारे लाइव है. ठीक है बच्चों, रेडी? तो मिलता है. धन्यवाद. जय हिंद एंड थैंक यू.